ഇതാ ഇപ്പോൾ കേരള വേഷത്തിലാണ് മൊണാലിസ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പയ്യനും അങ്ങനെ തന്നെയാണ്, കേരളീയ വേഷത്തിലാണ് ഇരുവരും ഇപ്പോൾ ഈ ക്ഷേത്ര മണ്ണിൽ ഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവരുമെന്ന് കേരളത്തോട് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നിലാണ് അദ്ദേഹം ഇരുവരും വിവാഹിതരാകാൻ പോകുന്നത്. സേതു, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മൊണാലിസയും വരനും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി ചടങ്ങുകളാണ്. അവർ രണ്ടുപേരും ഇനി ജീവിതത്തിൽ ഒന്നിച്ച് നടക്കാൻ പോകുന്നു. 1.5 വർഷമായി പ്രണയത്തിലായിരുന്നു. ഈ പ്രണയത്തെ വീട്ടുകാർ എതിർത്തു. വീട്ടുകാർ ആ പ്രണയം അംഗീകരിച്ചില്ല. തുടർന്നാണ് മറ്റൊരു സംസ്ഥാനവും തങ്ങളുടെ പ്രണയത്തെ അംഗീകരിക്കില്ല, അവിടെ ഒന്നും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊണാലിസയും ഫർഹാനും ഇവിടേക്ക് വരുന്നത്, കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് വന്നു. ഇതാ ആ കേരള വേഷത്തിൽ തന്നെ രണ്ടുപേരും എത്തി. ഇന്ന് വിവാഹം കഴിക്കാൻ പോവുകയാണ്. വിവാഹം കഴിക്കാന്ന് വെച്ചാൽ രണ്ടുപേരും ക്ഷേത്രനടയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്, ഇത് ലൈവ് വിഷ്വൽസാണ് പ്രേക്ഷകർ കാണുന്നത്. നല്ലൊരു ചുവന്ന സാരി, ഡബിൾ ഷെയ്ഡാണെന്ന് തോന്നുന്നു അല്ലേ, നല്ല ചുവന്ന സാരി ഒക്കെ ഉടുത്ത് വളരെ സുന്ദരിയായി അതിമനോഹരിയായി മൊണാലിസയും കേരള വേഷത്തിൽ ഫർഹാനുമുണ്ട്. രണ്ടുപേർക്കും ഒപ്പം വീട്ടുകാരില്ലെങ്കിലും ഈ നാട് മുഴുവൻ അവർക്കൊപ്പമുണ്ട്. ഒരുപാട് പേരുടെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് രണ്ടുപേരും ജീവിതത്തിൽ ഒന്നിച്ച് നടക്കാൻ തീരുമാനിച്ചത്. ഈ മുന്നോട്ട് രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ച് നടക്കുന്ന വളരെ മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നു. ഈ പൂവാറിൽ ഒരു സിനിമ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴാണ് താരം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്, മൊണാലിസ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. അതിനുശേഷം പെൺകുട്ടി ഒരു പരാതി നൽകുകയും പിന്നീട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മൊണാലിസയുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ മൊണാലിസയ്ക്ക് നേരത്തെ തന്നെ വീട്ടുകാർ ഒരു വിവാഹമൊക്കെ ഉറപ്പിച്ചിരുന്നു. അത് ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ മകൾ വേറൊരു ഈ പ്രണയകാര്യം പിന്നീട് തുറന്നു പറയുകയും അതിലേക്ക് വേണം, അങ്ങനെ ജീവിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തത് ആ കുടുംബത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ആ കുടുംബം ഈ വിവാഹത്തിന് സഹകരിക്കാതിരുന്നത്. ഇപ്പോൾ ക്ഷേത്ര നടയിലേക്ക് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഇനി ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുരു, ചടങ്ങുകൾ തുടങ്ങിയോ? അനുരു, കേൾക്കാമോ? ചടങ്ങ് തുടങ്ങിയോ? ഹലോ, കേൾക്കാമോ? ചടങ്ങ് തുടങ്ങിയോ അനുരു? ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്, വിവാഹ ചടങ്ങുകൾ. ഹലോ, കേൾക്കാമോ? സേതു, കേൾക്കാമോ? പറഞ്ഞോളൂ അനുരു, കേൾക്കാം. ഹലോ കേൾക്കാം അനുരു, പറഞ്ഞോളൂ. ശ്രീനാരായണന്റെ മുന്നിലാണ് ഇരുവരും ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നിൽ തന്നെയാണ് കേരളീയ വേഷത്തിലെത്തിയ ഇരുവരും. ഹിന്ദുവായ മൊണാലിസയും മുസ്ലിമായ ഫർഹാനും ഇപ്പോൾ ഈ ഒരു നൂലിൽ കൈകോർത്ത് ഒരു പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നത്. CPM പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, ക്ഷേത്ര ഭാരവാഹികളുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടിയാണ് കേരള മണ്ണിൽ മൊണാലിസയും ഫർഹാനും വിവാഹിതരാകാൻ പോകുന്നത്. കേരളത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് വിവാഹ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൊണാലിസയുടെ കഴുത്തിൽ ഫർഹാൻ മിന്നുകെട്ടും. ഹിന്ദു ആചാരപ്രകാരമാണ് ചടങ്ങുകൾ. വലിയൊരു സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭീഷണികളുണ്ടാകാം, അതുകൊണ്ടാണ് ഇത്രയും കനത്ത സുരക്ഷ. ഒരുപക്ഷെ 5 മണിക്ക് തുടങ്ങുമെന്ന് പറയുന്ന വിവാഹ ചടങ്ങുകൾ ഇത്രയും ഇപ്പോൾ 6 മണിയോട് അടുക്കുന്നു. കാരണം അത്രയും വലിയ ഒരു ഭീഷണി ഉണ്ടാകാം. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് അവർക്ക് വേണ്ട താലിയും ഹാരവുമായി ക്ഷേത്ര പൂജാരി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കേരളത്തിന് കാണാം, ന്യൂസ് മലയാളത്തിലൂടെ കേരളത്തിന് കാണാം മൊണാലിസയുടെ കഴുത്തിൽ ഫർഹാൻ താലി ചാർത്തുന്നത്. അതെ, അങ്ങനെ രണ്ടുപേരും ആ ക്ഷേത്ര നടയിലെത്തി കൈകൂപ്പി നിൽക്കുന്ന ഫർഹാനും തൊട്ടടുത്ത് കേരളീയ വേഷത്തിൽ ചുവന്ന സാരി ഉടുത്ത് അതിമനോഹരിയായി നിൽക്കുന്ന മൊണാലിസയും
ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളൊക്കെ പറയുന്ന റിയൽ കേരള സ്റ്റോറി. അല്പസമയം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ താലിമാല പുറത്തേക്ക് വരികയാണ്. ഇനി ആ താലി ബന്ധനത്തിലൂടെ രണ്ടുപേരും കൈകോർത്ത് ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. ആ ചടങ്ങുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുമുണ്ട്. 1.5 വർഷത്തെ പ്രണയം സാഫല്യമാകുന്ന വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മൊണാലിസയും ഫർഹാനും ഇനി ജീവിതത്തിൽ രണ്ട് വഴിക്കല്ല, രണ്ടുപേരും ഒന്നിക്കുന്നു. കേരളത്തിൻ്റെ എല്ലാ സ്നേഹവും ഏറ്റുവാങ്ങിക്കൊണ്ട് അച്ഛനും അമ്മയും കുടുംബവും ഒപ്പമില്ല, ഫർഹാൻ്റെയും മൊണാലിസയ്ക്കും ഒപ്പമില്ല. രണ്ടുപേരും ജാതിയും മതവും അപമാനവും ഒക്കെയും പറഞ്ഞ് പോകുന്നു. പക്ഷേ സ്നേഹമാണ് എല്ലാത്തിലും വലുത്, പ്രണയമാണ് ഏറ്റവും മഹത്തരം എന്ന് പറഞ്ഞുകൊടുത്ത് കേരളം ആ ചടങ്ങ് നടത്തുകയാണ്. നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടിയെ തൊട്ടടുത്ത് തന്നെ കാണാം. AR റഹീം MP തൊട്ടടുത്തുണ്ട്. മറ്റ് മുതിർന്ന CPM നേതാക്കളുണ്ട്, CPM പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. അങ്ങനെ മൊണാലിസയുടെ കഴുത്തിൽ ഫർഹാൻ താലി ചാർത്താൻ പോകുന്നു. ആ ചടങ്ങുകൾ അവിടെ ആരംഭിക്കുന്നുണ്ട്. കുറച്ച് മുൻപ് അനുരു പറഞ്ഞതുപോലെ തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന് മുന്നിൽ വെച്ച് തന്നെയാണ് രണ്ടുപേരും ജീവിതത്തിൽ ഒന്നിക്കാൻ പോകുന്നത്. എത്രയോ മഹത്തായ ഒരു സന്ദേശമാണ് ഈ നിമിഷത്തിൽ കേരളം നൽകുന്നത്. ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഈ നൂറ്റാണ്ടിലും മനുഷ്യൻ എത്രയോ മുന്നേറി അല്ലേ, എത്രയോ മുന്നേറിയത് ഈ ചിന്ത എല്ലാ രീതിയിലും മുന്നേറ്റം ഉണ്ടാകുന്ന ഈ ഘട്ടത്തിലും ജാതിയും മതവും ഒക്കെ പറഞ്ഞ് മനുഷ്യനെ തമ്മിലടുപ്പിക്കുന്ന പുഴുക്കുത്തുകൾ പലയിടങ്ങളിലും ഉള്ളൊരു ഘട്ടത്തിലാണ് കേരളം മഹത്തായ ഒരു സന്ദേശം ലോകത്തിന് മുന്നിൽ തന്നെ വെച്ചു കൊടുക്കുന്നത്. ഫർഹാനും മൊണാലിസയും ആ ഒരു മഞ്ഞ ചരട് എടുത്തു കഴിഞ്ഞു. അവിടെ ക്ഷേത്ര പൂജാരി ഒരു മഞ്ഞ ചരട് എടുത്തു കഴിഞ്ഞു. ഇത് ഫർഹാന്റെ കയ്യിൽ കൊടുക്കും. പിന്നീട് ഫർഹാൻ അത് സ്നേഹത്തോടെ പ്രണയത്തോടെ മൊണാലിസയുടെ കഴുത്തിൽ ചാർത്താൻ പോകുന്നു. അതിമനോഹരമായ ആ നിമിഷങ്ങൾ നമുക്കും കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകർ. മൊണാലിസയുടെ കഴുത്തിൽ മഞ്ഞച്ചരട് ചാർത്തി, മഞ്ഞച്ചരടിൽ കോർത്ത താലി ചാർത്തി, നെറുകയിൽ സിന്ദൂരം ചാർത്തി ഫർഹാൻ അങ്ങനെ മൊണാലിസയുടെ കൈ പിടിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ട് ഹാരവും കൈമാറിയതാ. ഇനി ജീവിതത്തിൽ മൊണാലിസയും ഫർഹാനും ഒന്നിച്ചാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസ, മഹാരാഷ്ട്ര സ്വദേശി മുഹമ്മദ് ഫർഹാൻ, രണ്ടുപേരും ഇനി ജീവിതത്തിൽ ഒന്നിച്ച് നടക്കും, ഒന്നിച്ച് സഞ്ചരിക്കും. രണ്ടുപേർക്കും കേരളം ഒരു പുതുജീവിതം നൽകിയിരിക്കുന്നു. ആ പ്രണയത്തെ ചേർത്ത് നിർത്തിയിരിക്കുന്നു കേരളം. അങ്ങനെ ഇരുവരും വിവാഹിതരായി പരസ്പരം കൈകോർത്ത് നിറഞ്ഞ സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തെ വലം വയ്ക്കുകയാണ് നവദമ്പതികൾ. രണ്ടുപേർക്കും ന്യൂസ് മലയാളത്തിന്റെ ആശംസകൾ കൂടി അറിയിക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് നേരമായി കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒന്നിക്കാനുണ്ടായിരുന്ന രണ്ടുപേർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടത്തെ വീട്ടുകാർ, കുടുംബക്കാരൊക്കെ പല കാരണങ്ങൾ കൊണ്ടും അംഗീകരിച്ചില്ല. ഒടുവിൽ മറ്റെങ്ങും പറ്റില്ല, കേരളമാണ് ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നൊരു നാട് എന്ന് കരുതി രണ്ടുപേരും കേരളത്തിലേക്ക് വരുന്നു. ആ രണ്ട് പ്രണയിതാക്കളുടെയും കൈ ചേർത്ത് വച്ചിരിക്കുന്നു കേരളം. അങ്ങനെ ഫർഹാന് കൂട്ടായി മൊണാലിസയും, മൊണാലിസയ്ക്ക് കൂട്ടായി ഫർഹാനും. ഇനി